ഈ സിഗ്നൽസിലേക്കാണോ നേരിട്ട് കയറുന്നത്? അപ്പോൾ അതിൻ്റെ ഒരു പരിശീലനങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? മറ്റുള്ള ഇൻഫൻട്രിയുമായിട്ട് ബന്ധപ്പെട്ട് വ്യത്യാസമുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? ഇതിൻ്റെ പട്ടാളത്തിൻ്റെ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ എനിക്ക് സിഗ്നൽസിൽ തന്നെ കിട്ടി. സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ ട്രെയിനിങ് കഴിയുമ്പോൾ നമ്മൾ അവിടുത്തെ പെർഫോമൻസിനനുസരിച്ചാണ് ഓരോരുത്തർക്ക് ചോയ്സ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് എന്താണ് ജോയിൻ ചെയ്യാൻ താല്പര്യം. അപ്പോൾ കുറേ പേര് ഓൾറെഡി പ്ലാൻ ചെയ്ത് വന്നിട്ടുണ്ടാവും എനിക്ക് ഇൻഫൻട്രി കിട്ടണം. ഓരോരുത്തരുടെ ഫീലിംഗ് ഓരോന്നാണ്. ചിലവർക്ക് മുമ്പ് പോയി ഫൈറ്റ് ചെയ്യുന്ന ഇൻഫൻട്രി തന്നെ വേണം നിർബന്ധമുള്ളവരുണ്ട്. ചിലവരുടെ അച്ഛന്മാർ ഇൻഫൻട്രിയിലായിരുന്നിരിക്കും, അപ്പോൾ എനിക്ക് അച്ഛനെ പോലെ ഇൻഫൻട്രിയിൽ ചേരണം എന്ന് പറഞ്ഞവർ, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും. അപ്പോൾ ആക്ച്വൽ ഫൈറ്റിംഗ് എന്ന് പറയുന്ന ബോർഡറിൽ നിന്ന് യുദ്ധം ചെയ്യുന്നവർ ഇൻഫൻട്രി, ആർട്ടിലറി, ആർമഡ് എന്ന് പറഞ്ഞ 3 ഇതാണ്. പിന്നൊരു ഈക്വലി ഫൈറ്റിംഗ് ആംസ് ആണെങ്കിലും സപ്പോർട്ടിംഗ് ടേംസിലാണ് ഈ സിഗ്നൽസ്, എൻജിനീയേഴ്സ് എന്നൊക്കെ പറഞ്ഞ. സിഗ്നൽസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ബേസ്ഡും കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ സിവിൽ BSNL പോലെ കമ്മ്യൂണിക്കേഷൻ, IT, ഇലക്ട്രോണിക് വാർഫെയർ, സൈബർ സെക്യൂരിറ്റി, ഇൻ്റർനെറ്റ് ബേസ്ഡുള്ള എല്ലാം നോക്കുന്ന, ഇപ്പോൾ ഇൻഫർമേഷൻ വാർഫെയർ അതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നോക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് സിഗ്നൽസ്. എനിക്കങ്ങനെ ഒരു ചോയ്സ് കൊടുക്കേണ്ടി വന്നില്ല. കാരണം ഞാൻ ഇവിടുന്ന് MSc ഫിസിക്സ് വിത്ത് ഇലക്ട്രോണിക് സ്പെഷ്യലൈസേഷൻ പഠിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും കാരണം കൊണ്ട് സിഗ്നൽസ് വേണ്ട എന്ന് പറയുമായിരുന്നെങ്കിൽ മാത്രമേ എനിക്ക് കിട്ടുള്ളായിരുന്നുള്ളൂ. ഈ പട്ടാളത്തിനെക്കുറിച്ച് തന്നെ ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ സിഗ്നൽസ് നല്ലതാണോ ചീത്തയാണോ എന്ന് പിന്നെ ആകെ കൂടി ഒരു സമാധാനം, നമ്മൾ പഠിച്ച അതേ സബ്ജക്റ്റിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, അതിൽ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് പോയതുകൊണ്ട് അത് ഈ ടെക്നിക്കൽ എൻട്രിയിൽ മാത്രമേ അങ്ങനെ നടക്കുകയുള്ളൂ. കാരണം സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു പോയാൽ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ബ്രിഡ്ജ് കെട്ടുക, റോഡ് കൺസ്ട്രക്ട് ചെയ്യുക, മൈൻ കുഴിച്ചിടുക, മൈൻ പുറത്തേക്ക് എടുക്കുക, ഇങ്ങനത്തെ ഡിപ്പാർട്ട്മെൻറ്റാണ് എഞ്ചിനീയേഴ്സ്. അതുപോലെ മെക്കാനിക്കലൊക്കെ പഠിക്കുന്നവർ, ഇലക്ട്രിക്കൽ പഠിച്ചു പോകുന്നവർക്ക് EME കോർ എന്ന് പറഞ്ഞ് ഇതൊക്കെ റിപ്പയർ ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. പിന്നെ ഇതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലും നാഷണൽ ഡിഫൻസ് അക്കാഡമി പോലെയുള്ള സ്ഥലങ്ങളിലും ട്രെയിനിങ് കോമണാണ്. എല്ലാവർക്കും ഒരു സോൾജറാക്കി മാറ്റുക. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 22 വയസ്സ് വരെ MSc പഠിച്ച് കഴിയുന്നത് വരെ നമ്മളൊരു സിവിലിയനായിട്ട് ജീവിച്ച ആൾ ഒരു കൊല്ലം, എൻ്റെയൊക്കെ ടെക്നിക്കൽ എൻട്രി ആയതുകൊണ്ട് 1 കൊല്ലം ട്രെയിനിങ്ങേ ഉള്ളൂ. ഒരു ജൂണിൽ ചേർന്നു, ജൂലൈയിൽ ചേർന്നു, അടുത്ത ജൂണിൽ ഞാൻ പാസ് ഔട്ടായി. ഈ 1 കൊല്ലം കൊണ്ട് നമ്മുടെ താഴെയുള്ള 20ഉം 22ഉം കൊല്ലം സർവീസുള്ള ജവാന്മാരെ നയിക്കാനുള്ള രീതിയിൽ നമ്മളൊരു ഓഫീസറാക്കി മാറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ അത് കോമൺ ആണ്. അതിൽ സിഗ്നൽസ്, ഇൻഫൻട്രി, മറ്റേത് മറിച്ച് വ്യത്യാസമില്ല. എല്ലാവർക്കും ഒരേ ടെസ്റ്റുകളാണ്, ഒരേ സമയങ്ങളാണ്, എല്ലാം ഒന്ന് തന്നെയാണ്. ഇനി അവിടുത്തെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ആൾക്കാർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് തിരിച്ചു കൊടുക്കുന്നത്. അത് ബൈ ഡിഫോൾട്ട് നല്ല ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടിയവരും ഉണ്ട്, അയാൾക്കത് വേണ്ടിയിട്ടല്ല, പക്ഷെ കിട്ടി. അതിൽ ചേർന്ന പിന്നെ സ്പെഷ്യലിസ്റ്റ് ട്രെയിനിങ് തുടങ്ങുന്നത്. സിഗ്നൽസിൽ ഇപ്പോൾ ഞാൻ സിഗ്നൽസ് ആയതുകൊണ്ട് പറയുവാണ്, അങ്ങനെ കയറിയവർക്ക് മിലിറ്ററി കോളേജ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു എഞ്ചിനീയറിംഗ് കോളേജ് മധ്യപ്രദേശ് ഇൻഡോറിൻ്റെ അടുത്ത് മൗ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെയുണ്ട്. അപ്പോൾ ഞങ്ങളൊരു 6 മാസത്തെ ബേസിക് യൂണിറ്റ് ലൈഫ് എങ്ങനെയുണ്ട്. എൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് തന്നെ ജമ്മുവിൻ്റെ അടുത്തുള്ള നഗരോട്ട, ജമ്മു നിന്ന് ശ്രീനഗറിലേക്ക് പോണ വഴിയിലാണ്, അവിടെയാണ് കിട്ടിയത്. ഒരു 6 മാസത്തെ നമ്മൾ ഒന്ന് സെറ്റിലായി കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ ഒരു 6 മാസത്തെ ട്രെയിനിങ്ങിന് വിടും. അവിടെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന ഇലക്ട്രോണിക്സ് പട്ടാളത്തിലേക്ക് എങ്ങനെ ഉപകാരപ്രദമാക്കാം, പട്ടാളത്തിൽ എന്തൊക്കെ ടൈപ്പ് എക്യുപ്മെൻ്റാണ് ഉപയോഗിക്കുന്നത്, എന്ത് ടൈപ്പ് ഡ്യൂട്ടിയാണെന്നുള്ള പിന്നെ അവിടെ നിന്ന് അഡ്വാൻസ് ട്രെയിനിങ് ഉണ്ട്, എൻജിനീയറിംഗ് കൂടുതലായിട്ട് പോകുന്ന ട്രെയിനിങ് ഉണ്ട്, ഇലക്ട്രോണിക് വാർഫെയറിൻ്റെ സ്പെഷ്യലിസ്റ്റ് ട്രെയിനിങ്ങുകൾ, അതെല്ലാം നടക്കുന്നത് ഈ എൻജിനീയറിംഗ് കോളേജിൽ വെച്ച്. അതിൻ്റെ എക്സ്പെർട്സാണ് അവർ ഓഫീസേഴ്സാണ്, അവർ നമ്മളെ പഠിപ്പിച്ച് തരുന്നത്. പിന്നെ അത് വെച്ചിട്ട് വളരെ മിടുക്കന്മാരായിട്ടുള്ള ചിലവർ എബ്രോഡൊക്കെ പോയി പഠിക്കുന്നവർ, എനിക്കങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇലക്ട്രോണിക് വാർഫെയറിൻ്റെ അന്നത്തെ എക്യുപ്മെൻറ്റൊക്കെ ഹംഗറി ബേസ്ഡ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്, ഇപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കി തുടങ്ങി. അപ്പോൾ അതിൽ വളരെ എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരെ കൂടുതൽ എക്സ്പെർട്ടാക്കാൻ വേണ്ടി ഹംഗറിയിലേക്ക് വിട്ട് 3 മാസത്തെ ട്രെയിനിങ് കൊടുത്ത്
ഞാൻ നേരിട്ട് പോയിട്ടില്ലെങ്കിലും അങ്ങനെ ട്രെയിനിങ് എടുത്തവരുടെ താഴെ അവരാണ് നമ്മളെ ഈ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കും ആ ലെവലിലേക്കൊക്കെ ഉയർന്നു വരാൻ പറ്റും. അങ്ങനെയാണ് അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ട്രെയിനിങ്ങിലേക്ക് പിന്നീട് പോകുന്നത്.